Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണ മേഖലയുമായിട്ട് റിസർച്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റോള് എന്താന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടോപ്പിക് ഇതാണ്, റോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1861. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഇറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് പ്രൊട്ടക്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് 3679 monuments and archaeological sites of national significance under the Ancient Monuments Preservation Act of 1904 and the Ancient Monument and Archaeological Sites and Remains Act of 1958. അതായത് 1958 ആൻഷ്യന്റ് മൊണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്റ്റും 1904 ആൻഷ്യന്റ് മൊണുമെന്റ്സ് പ്രിസർവേഷൻ ആക്റ്റും, ഈ രണ്ട് നിയമങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ 3679 മൊണുമെന്റ്സും അതുപോലെ തന്നെ നാഷണൽ പ്രാധാന്യം, ദേശീയ പ്രാധാന്യമുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ അതായത് 3679 വരുന്ന മൊണുമെന്റ്സും അതുപോലെ വരുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വം. 1904 ആൻഷ്യന്റ് മൊണുമെന്റ്സ് പ്രിസർവേഷൻ ആക്റ്റും 1958 ആൻഷ്യന്റ് മൊണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട്, ഇത് രണ്ട് ആക്ടുകളാണ്. ഈ രണ്ട് ആക്ടുകൾക്ക് കീഴിലാണ് ഈ ഒരു സ്ഥാപനം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഈ രണ്ട് ആക്ടുകൾ ഫോളോ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈസ് ആൻ അഫിലിയേറ്റഡ് ബോഡി under the Department of Culture, Ministry of Tourism and Culture. ടൂറിസം ആൻഡ് കൾച്ചർ മിനിസ്ട്രിയിൽ കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നത് കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മിനിസ്ട്രി ഓഫ് ടൂറിസം ആൻഡ് കൾച്ചർ, മിനിസ്ട്രി ഓഫ് ടൂറിസം ആൻഡ് കൾച്ചർ, ഈ ഒരു വകുപ്പിലാണ് ആര് വരുന്നത്, കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ആ കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നത്. ദ ASI's പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ്, എന്താ ASI എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രധാന ഫോക്കസ്, പ്രധാനമായിട്ടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഓൺ മൊണുമെന്റ്സ്, പ്രധാനമായിട്ടും സ്മാരകങ്ങൾ, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റെമനൻസ് ഓഫ് നാഷണൽ സിഗ്നിഫിക്കൻസ്. ആ മൂന്ന് കാര്യങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ദേശീയ പ്രാധാന്യമുള്ള റെമനൻസ്, പുരാവസ്തു അവശിഷ്ടങ്ങൾ. മറ്റൊന്ന് ആർക്കിയോളജിക്കൽ സൈറ്റുകൾ, പുരാവസ്തു ഗവേഷണ സ്ഥലങ്ങൾ. പിന്നെ മറ്റൊന്ന് സ്മാരകങ്ങൾ. ഇൻ അഡിഷൻ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഇറ്റ് സൂപ്പർവൈസസ് all archaeological operations in India
following the Ancient Monuments and Archaeological Sites and Remains Act of 1958. 1958 ആൻഷ്യൻ മൊണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന പുരാവസ്തു മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ഷൻസും സൂപ്പർവൈസ് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് മേൽനോട്ടം വഹിക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത്. India is divided into 24 circles to manage and protect historic monuments, archaeological sites and remains of national importance. ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള റിമൈൻസ് അവശിഷ്ടങ്ങളും ആർക്കിയോളജിക്കൽ സൈറ്റുകളും അതുപോലെ തന്നെ മൊണുമെന്റ്സ് സ്മാരകങ്ങളെയും ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാനേജ് ചെയ്യുന്നതിന് വേണ്ടി 24 സർക്കിൾസ് ആയിട്ട് ഇന്ത്യയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻടു 24 സർക്കിൾസ്. 24 സർക്കിളുകൾ 24 കേന്ദ്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു മാനേജ് ആൻഡ് പ്രൊട്ടക്റ്റ് ഹിസ്റ്റോറിക് മൊണുമെന്റ്സ്, archaeological sites and remains of national significance. ASI has a large team of experts. Archaeological Survey of India കീഴിൽ എക്സ്പേർട്ടിന്റെ ഒരു വലിയ ടീം തന്നെയുണ്ട്. ഇൻക്ലൂഡിങ് ഈ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ അതിന് കീഴിൽ സ്കിൽഡ് ആർക്കിയോളജിസ്റ്റുകൾ, കൺസർവേറ്റേഴ്സ്, എപ്പിഗ്രാഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാവസ്തു കാലത്തെ പണ്ട് കാലത്തെ കൊത്തിവെച്ച എഴുത്തുകൾ അവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകളിലും തോലിലും മറ്റും കൊത്തിവെച്ച ലിപികൾ അവയെക്കുറിച്ച് പഠനം നടത്തുന്നവരെയാണ് നമ്മൾ എപ്പിഗ്രാഫിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ട്സ്, സയന്റിസ്റ്റ് ഇവരുടെ ഒരു വലിയ ടീം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഹു വർക്ക് ടുഗദർ ഓൺ ആർക്കിയോളജിക്കൽ റിസർച്ച് ആൻഡ് പ്രിസർവേഷൻ പ്രോജക്റ്റ്. ഇവര് ഒരുമിച്ച് ആർക്കിയോളജിക്കൽ റിസർച്ചുകൾക്കും അതുപോലെ തന്നെ പ്രിസർവേഷൻ പ്രോജക്റ്റുകൾക്കും വേണ്ടി പുരാവസ്തു സ്ഥലങ്ങള്, കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ മറ്റും അവയെ വേണ്ടിയുള്ള പ്രോജക്റ്റുകളും അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ റിസർച്ചുകളിലും ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഏകോപനപരമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഇറ്റ് ഹാസ് സെവറൽ ബ്രാഞ്ചസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വലിയ സംഭവമാണത്. അതിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഏതൊക്കെയാ? ലൈക്ക് എക്സ്കവേഷൻ ബ്രാഞ്ചസ് ഉണ്ട്, അതായത് കുഴിച്ചെടുക്കലുമായി ബന്ധപ്പെട്ടത്. എക്സ്കവേഷൻ ബ്രാഞ്ചസ് ഉണ്ട്, പ്രീ ഹിസ്റ്ററി ബ്രാഞ്ച് ഉണ്ട്, അതായത് ചരിത്രാതീത കാലവുമായിട്ട്, അതായത് ഹിസ്റ്റോറിക് പീരീഡിന് മുന്നുള്ള. എന്താ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച കാലഘട്ടം. അപ്പൊ അതിനു മുൻപത്തെ ഒരു കാലഘട്ടം ഉണ്ട്, ചരിത്രാതീത കാലഘട്ടം. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിസർച്ചും ഗവേഷണങ്ങളും മറ്റും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുപോലെ എപ്പിഗ്രാഫി ബ്രാഞ്ചസ് ഉണ്ട്, ശിലാലേഖനങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ. സയൻസ് ബ്രാഞ്ച്, ഹോർട്ടിക്കൾച്ചർ ബ്രാഞ്ച്, ബിൽഡിംഗ് സർവേ പ്രോജക്റ്റ്, ടെമ്പിൾ സർവേ പ്രോജക്ട്സ് ആൻഡ് അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ്. വിങ് മീൻസ് ഒരു ബ്രാഞ്ച്, അതായത് മണ്ണിനടിയിൽ മാത്രമല്ല വെള്ളത്തിനടിയിലും. അതാണ് എന്ത്? അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ്. അപ്പൊ ഇത്തരത്തില് ആർക്കിയോളജി ഓഫ് ഇന്ത്യക്ക് ഒരുപാട് ബ്രാഞ്ചസും അതുപോലെ തന്നെ വിങ്ങുകളൊക്കെ ഉണ്ട്. The Archaeological Survey covers prehistoric rock shelters. എന്തെല്ലാം മേഖലകൾ, എന്തെല്ലാം കാര്യങ്ങളെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ
പരിശോധിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളിലാണ് ഗവേഷണങ്ങൾ നടത്തുന്നത്? എന്തിലൊക്കെയാണ്? കവേഴ്സ്, ഗവേഷണങ്ങൾ ആ ഒരു കവർ ചെയ്യുന്ന മേഖല. പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സ്, പ്രീ ഹിസ്റ്റോറിക് ചരിത്രാതീത കാലത്തെ റോക്ക് ഷെൽട്ടറുകൾ, പാറകളിലെ അഭയകേന്ദ്രങ്ങൾ, പാറകളിലെ ഗുഹകൾ. അതുപോലെ തന്നെ നിയോലിത്തിക് സൈറ്റ്, ഒരു കാലഘട്ടമാണ് ഇത് നിയോലിത്തിക് ഏജ് എന്നുള്ളത്, ആ ഒരു കാലഘട്ടത്തിലെ സൈറ്റുകൾ. അതുപോലെ മെഗാലിത്തിക് ബെറിയൽസ്, മെഗാലിത്തിക് എന്ന് പറയുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ശവസംസ്കാര രീതികൾ. റോക്ക് കട്ട് ക്യാവ്സ്, പാറകളൊക്കെ കട്ട് ചെയ്തുണ്ടാക്കിയ ക്യാവ്, ഗുഹകൾ. അതുപോലെ തന്നെ സ്തൂപാസ്, സ്തൂപങ്ങൾ, ടെമ്പിൾസ്, ചർച്ചുകള്, സിനഗോഗ്സ്, ജൂതന്മാരുടെ ആരാധന കേന്ദ്രങ്ങൾ, മോസ്ക്, ടോംബ്, ശവകുടീരങ്ങൾ, പാലസുകള്, ഫോർട്ടുകള്, ബാത്തിങ് ഗട്ട്സ്, ടാങ്കുകള്, വാട്ടർ റിസർവോയറുകൾ, ജലസംഭരണികള്, ബ്രിഡ്ജസ്, പില്ലേഴ്സ്, ഇൻസ്ക്രിപ്ഷൻസ്, പാറകളിലും തോളുകളിലും മറ്റും കൊത്തിവെക്കപ്പെട്ട ലിപികൾ. കോസ്മിനാസ് ആൻഡ് എക്സ്കവേറ്റഡ് സൈറ്റുകൾ, എക്സ്കവേറ്റഡ് ഖനനം ചെയ്യുന്ന, കുഴിച്ചെടുക്കുന്ന പുരാവസ്തു ഗവേഷണ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. ഇവയിലെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവയെല്ലാം കവർ ചെയ്യുന്നുണ്ട്, ഒന്നും ഒഴിവാക്കുന്നില്ല. The ASI is in charge of the conservation and restoration of protected monuments and sites. നമുക്കറിയാം ഒരുപാട് പ്രൊട്ടക്റ്റഡ് മൊണുമെന്റ്സ് ഉണ്ട്, അതായത് സംരക്ഷിക്കപ്പെടുന്ന മൊണുമെന്റ്സ്, സ്മാരകങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ അവയുടെ കൺസർവേഷൻ, റീസ്റ്റോറേഷൻ, അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മൊണുമെന്റ്സ്, അവ കുറെ നാൾ കഴിയുമ്പോൾ അവ നശിച്ചു പോകും. അങ്ങനെ അവയെ നശിക്കാതെ റീസ്റ്റോർ ചെയ്യാം, അവയെന്ത് ചെയ്യാം, നിലനിർത്തി കൊണ്ടുപോവാം. അവയുടെ റീസ്റ്റോറേഷനും കൺസർവേഷനും ആരുടെ ഉത്തരവാദിത്വമാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് അവയെ റീസ്റ്റോർ ചെയ്യുന്നത്? അവക്ക് ആവശ്യമായിട്ടുള്ള കേട്ടോ, എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് സ്ട്രക്ചറൽ റിപ്പേഴ്സ്, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചർ സംബന്ധമായിട്ടുള്ള റിപ്പയറുകൾ, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുക. കാരണം നടത്തിയില്ലെങ്കിൽ അവ പതുക്കെ പതുക്കെ നശിച്ചു പോകും. അതുപോലെ തന്നെ കെമിക്കൽ പ്രിസർവേഷൻ, എൻവയോൺമെന്റൽ മാനേജ്മെന്റ്. അപ്പോൾ ഏതൊരു രീതിയിലുള്ളതാണെങ്കിലും ശരി, അതിൻ്റെ ഭൗതികാവസ്ഥ, അത് ഏത് തരത്തിൽപ്പെട്ട സ്മാരകമാണ് അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചറാണ്, അതിനനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു മെത്തേഡ് സ്വീകരിച്ചിട്ട് അതിനെ റീസ്റ്റോർ ചെയ്യുക, അതിനെ കൺസർവ് ചെയ്യുക എന്നുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്വമാണ്. ദേ എക്സ്കവേറ്റ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ഹിസ്റ്റോറിക്കൽ സൈറ്റുകളിൽ ഖനനം ചെയ്യും, കുഴിച്ചെടുക്കലുകൾ നടത്തും. കണ്ടക്ട് റിസർച്ച് ഓൺ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണപരമായിട്ടുള്ള റിസർച്ചുകൾ കണ്ടെത്തും. അവ ഹിസ്റ്റോറിക്കൽ സൈറ്റുകളിൽ എക്സ്കവേറ്റ് ചെയ്യും, ഗവേഷണങ്ങൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്, പുരാതനമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ്, അതായത് കൊത്തിവെക്കപ്പെട്ട കാര്യങ്ങൾ, അത് കല്ലുകളിലാണെങ്കിലും തോലിലാണെങ്കിലും എവിടെയാണെങ്കിലും അത്തരം ഇൻസ്ക്രിപ്ഷൻസിനെ സ്റ്റഡി ചെയ്യും. അതുപോലെ തന്നെ കോയിൻസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്, അങ്ങനെ ആ ഒരു ഭാഷയെക്കുറിച്ചും ആ ഒരു കാലഘട്ടത്തിന്റെ ഹിസ്റ്ററിയെക്കുറിച്ചും എക്കണോമിക്സ് ഓഫ് ദ പീരീഡ് ഇറ്റ് ബിലോങ്സ് ടു, അത് ആ ഒരു കുഴിച്ചെടുക്കപ്പെട്ട, അതായത് എക്സ്കവേറ്റ് ചെയ്ത മൊണുമെന്റ്, സ്മാരകം അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൊത്തുപണി ഏത് കാലഘട്ടത്തിന്റെ ഭാഗമാണോ ആ കാലഘട്ടത്തെ കുറിച്ച്, അതിപ്പോ 4-ാം നൂറ്റാണ്ടാണെങ്കിലും AD 6-ാം നൂറ്റാണ്ടാണെങ്കിലും അല്ലെങ്കിൽ BC-യിലേതാണെങ്കിലും ഏത് കാലഘട്ടമാണെങ്കിലും ആ കാലഘട്ടത്തിന്റെ ലാംഗ്വേജിനെ കുറിച്ചും ഹിസ്റ്ററിയെ കുറിച്ചും അതുപോലെ തന്നെ ഇക്കണോമിക്സ് ഓഫ് ദ പീരീഡ്, ആ ഒരു കാലഘട്ടത്തിന്റെ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നല്ല ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സാധിക്കുന്നു.
The Archaeological Survey of India is critical to preserving India's cultural heritage. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. അവിടെ ക്രിട്ടിക്കൽ ടു പ്രിസർവിങ് ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ്. എങ്ങനെ? by protecting monuments and sites from different historical periods and cultures. വ്യത്യസ്തമായിട്ടുള്ള ചരിത്ര കാലഘട്ടങ്ങളുടെയും അതുപോലെ തന്നെ കൾച്ചേഴ്സ് സംസ്കാരങ്ങളുടെയും ഭാഗമായിട്ടുള്ള മൊണുമെന്റ്സിനെയും അതുപോലെ തന്നെ സൈറ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വഹിക്കുന്നുണ്ട്. ദ ആൻഷ്യന്റ് മൊണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് ഓഫ് 1958 1958 വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ആൻഷ്യന്റ് മൊണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട്. എന്താ ഈ ആക്ടിന്റെ പ്രത്യേകത? is an Indian law. ഇതൊരു ഇന്ത്യൻ നിയമമാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം നിലവിൽ വന്ന ഒരു ഇന്ത്യൻ നിയമമാണിത്. ഈ നിയമമാണ് എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ്സ് ദ കൺട്രീസ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, മൊണുമെന്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്. ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ, മൊണുമെന്റ്സ്, ആർട്ടിഫാക്ട്സിനെല്ലാം സംരക്ഷിക്കുന്നത് 1958 ആൻഷ്യൻ മൊണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് ആണ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആർക്കിയോളജിക്കൽ സൈറ്റുകളെയും മൊണുമെന്റ്സിനെയും ആർട്ടിഫാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പൂർവികരുടെ കരകൗശല കഴിവുകൾ, അവരുടെ നിർമ്മിതികളെ സംരക്ഷിക്കുന്നത്. കാരണം അവ നിലനിന്നാൽ മാത്രമേ നമുക്ക് അവയെക്കുറിച്ചും അതിന്റെ ശില്പികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇറ്റ് ക്യാരീസ് ഔട്ട് കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ പ്രോജക്ട്സ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് റീസ്റ്റോറേഷൻ പ്രോജക്റ്റുകളും റീസ്റ്റോറേഷൻ ആൻഡ് കൺസർവേഷൻ പ്രോജക്റ്റുകൾ നിലനിർത്തിക്കൊണ്ടുപോരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ പ്രോജക്റ്റുകളെ നിലനിർത്തിക്കൊണ്ടുപോരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ലക്ഷ്യം എന്താ? ടു എൻഷുർ ദാറ്റ് ദീസ് കൾച്ചറൽ ട്രഷേഴ്സ് ആർ പ്രിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഇന്നുള്ള ഈ കൾച്ചറൽ ട്രഷേഴ്സ്, നമ്മളുടെ പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള, പാരമ്പര്യം വിളിച്ചോതുന്ന, നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ട്രഷർ, നമ്മളുടെ കഴിഞ്ഞ കാലത്തിന്റെ സമ്പാദ്യങ്ങളെ ഫ്യൂച്ചർ ജനറേഷൻ, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ നമ്മൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരുപാട് റീസ്റ്റോറേഷൻ പ്രോജക്റ്റുകൾ, റീസ്റ്റോറേഷൻ ആൻഡ് കൺസർവേഷൻ പ്രോജക്റ്റുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം. എന്താ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം? എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ്, എന്താ അതിൽ ഉൾക്കൊള്ളുന്നത്? നമ്മുടെ പാരമ്പര്യം, സംസ്കാരത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് റിനൗണ്ട് സൈറ്റ്സ് സച്ച് ആസ് ദ താജ്മഹൽ, കുത്തുബ് മിനാർ, അല്ലെ? കുത്തുബ് മിനാറും താജ്മഹൽ പോലുള്ള വേൾഡ് റിനൗണ്ട്, ലോക പ്രശസ്തമായിട്ടുള്ള മൊണുമെന്റ്സ്, സ്മാരകങ്ങൾ, ഇതൊക്കെ നമ്മളുടെ പൂർവികരുടെ നിർമ്മിതിയാണ്. എന്തുകൊണ്ടാണ് ഒരു കേടുപാടും സംഭവിക്കാതെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുത്തുബ് മിനാറും താജ്മഹലും ഒക്കെ നിലകൊള്ളുന്നു എന്നുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ് വിച്ച് ഇൻക്ലൂഡ്സ് വേൾഡ് റിനൗണ്ട് സൈറ്റ്സ് സച്ച് ആസ് താജ്മഹൽ ആൻഡ് കുത്തുബ് മിനാർ. അപ്പോൾ ഈ നമുക്കറിയാം താജ്മഹലിന്റെയും കുത്തുബ് മിനാറിന്റെ ഒക്കെ ഒരു പ്രശസ്തി. എന്താ ഇവയുടെ പ്രത്യേകത?
ഡ്രോസ് മില്യൺസ് ഓഫ് വിസിറ്റേഴ്സ് ഈച്ച് ഇയർ. ഓരോ വർഷവും മില്യൺ കണക്കിന് വിദേശികളെ, വിസിറ്റേഴ്സിനെ നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ഇതുപോലുള്ള നിർമ്മിതികളാണ്. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യാസ് എഫേർട്സ്. അതുകൊണ്ട് തന്നെ ഇവയെ നിലനിർത്തുന്നതിന്, സംരക്ഷിക്കുന്നതിന്, പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്ന എഫേർട്ടുകൾ, ശ്രമങ്ങൾ, ആ എഫേർട്ടുകളുടെ ഗുണമായിരിക്കാം ബെനിഫിറ്റ്സ് ദ കൺട്രീസ് ടൂറിസം ഇൻഡസ്ട്രി. അതുകൊണ്ടുള്ള ഗുണമുണ്ടാകുന്നത് രാജ്യത്തിൻ്റെ ടൂറിസം ഇൻഡസ്ട്രിക്കാണ്, രാജ്യത്തിൻ്റെ ടൂറിസം വ്യവസായ മേഖലക്കാണ് ഇതിന്റെ ഗുണം. എങ്ങനെ? ബൈ ഇൻസ്റ്റിലിംഗ് പ്രൈഡ് ആൻഡ് കണക്ഷൻ എമംഗ് ഇറ്റ്സ് സിറ്റിസൺസ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന ഫലമായിട്ട് ആളുകളുടെ, നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികളെ കുറിച്ച് അഭിമാനവും സ്നേഹവും അവയോടൊരു ബന്ധവും ആളുകളുടെ മനസ്സിലെ കുത്തി നിറക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കഴിയുന്നു. കേട്ടോ, ബൈ ഇൻസ്റ്റിലിംഗ്, കുത്തി നിറയ്ക്കുക, ഇൻസ്റ്റിലിംഗ് പ്രൈഡ് ആൻഡ് കണക്ഷൻ എമംഗ് ഇറ്റ്സ് സിറ്റിസൺസ്. ആ രാജ്യത്തെ ആളുകൾക്കിടയിൽ ഇവയോടൊരു ബഹുമാനവും മതിപ്പും ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുന്നു. ഇറ്റ് ഓൾസോ മേക്സ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യസ് ടൂറിസം ഇൻഡസ്ട്രി. അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയുടെ ടൂറിസം മേഖല, ഇന്ത്യാസ് ടൂറിസം ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളരെ വലിയൊരു സംഭാവന, അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വളരെ വലിയ സംഭാവന അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ആൾസോ മേക്സ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ. വളരെ വലിയ സംഭാവനയാണ് നൽകിയത്. ആർക്ക്? ടു ഇന്ത്യാസ് ടൂറിസം ഇൻഡസ്ട്രി. മാത്രമല്ല, എങ്ങനെ? അട്രാക്ടിങ് വിസിറ്റേഴ്സ് ആൻഡ് ജനറേറ്റിംഗ് റവന്യൂ, അല്ലേ? അപ്പൊ ഇതുപോലെ താജ്മഹൽ പോലുള്ള, കുത്തുബ് മിനാർ പോലുള്ള ആ നിർമ്മിതികളെ സംരക്ഷിക്കുന്നതിലൂടെ ഇത്തരം നിർമ്മിതികള് ഒരുപാട് വിദേശികളെ, വിസിറ്റേഴ്സിനെ നമ്മളെ രാജ്യത്തിലോട്ട് ആകർഷിക്കുകയും അതിലൂടെ ഒരുപാട് റവന്യൂ, ഒരുപാട് വരുമാനം ജനറേറ്റ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. The Archaeological Survey of India conducts research and documentation on India's archaeological heritage. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നു, പുരാവസ്തു സംബന്ധമായിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. ഡോക്യുമെന്റേഷൻ ഓൺ ഇന്ത്യാസ് ആർക്കിയോളജിക്കൽ ഹെറിറ്റേജ്. ഇന്ത്യയുടെ പുരാവസ്തു പാരമ്പര്യത്തെക്കുറിച്ച് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. അത് വീഡിയോ രൂപത്തിലാണെങ്കിലും അതല്ല എഴുത്തു രൂപത്തിലാണെങ്കിലും ശരി, ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു. ഈ ഡോക്യുമെന്റേഷൻ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺട്രീസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഈ ഡോക്യുമെന്റേഷൻ രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ആ രാജ്യത്തിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും പഠിക്കുന്നതിന് സഹായകമാകുന്നു. ഇറ്റ് ആൾസോ ഇൻഫോംസ് ദ ജനറൽ പബ്ലിക്. മാത്രമല്ല, ഇതിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്നു. ആൾസോ ഇൻഫോംസ് ദ ജനറൽ പബ്ലിക്. എന്താണ് പൊതുജനങ്ങളെ അറിയിക്കുന്നത്? അബൌട്ട് ദീസ് സൈറ്റ്സ് ത്രൂ എക്സിബിഷൻസ്, പബ്ലിക്കേഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടും എക്സിബിഷൻസും പബ്ലിക്കേഷൻസ് എല്ലാം നടത്തിയിട്ടും ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സിനെ കുറിച്ചും മൊണുമെന്റ്സിനെ കുറിച്ചും അവരുടെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ഇൻഫോം ചെയ്യിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റോൾ, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതായത് ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ റിസർച്ച്, ഗവേഷണ മേഖലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയി കാണുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെല്ലാം ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.